ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നന്ദി പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. മരണപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവുമായ ബീഗം ഖലീദ സിയയുടെ മരണാനന്തര ചടങ്ങിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി തന്നെ ജയശങ്കർ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ മോദി വ്യക്തിപരമായി തന്നെ എഴുതിയ ഒരു കത്തുൾപ്പെടെയാണ് ജയശങ്കറിന്റെ പക്കൽ ഏൽപ്പിച്ചത്. ഇത് മകൻ താരിഫിന് കൈമാറുകയും അതേപോലെ തന്നെ യുനെസ് ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ആ ഒരു ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മരണ ചടങ്ങിൽ പോലും ജയശങ്കർ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജയശങ്കർ പങ്കെടുത്തത്. എല്ലാ പിണക്കങ്ങളും മറന്നുകൊണ്ട് ഇന്ത്യ അവിടേക്ക് ഓടിയെത്തുകയാണ് ആ അവസരത്തിൽ ചെയ്തതും. ഇതോടുകൂടി തന്നെ ഈ ഒരു വിഷയമാകട്ടെ ആഗോളതലത്തിൽ തന്നെ ജയശങ്കറിന്റെ ബംഗ്ലാദേശ് സന്ദർശനം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഈ സന്ദർശനം വളരെയേറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കണക്കാക്കുന്നത്, അതായത് ഇന്ത്യ അതിനെ നോക്കിക്കാണുന്നത്. ജയശങ്കറിന്റെ ധക്ക സന്ദർശനവും BNPയിൽ നിന്നുള്ള സന്ദേശവും എല്ലാം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പ്രധാനമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. 2024 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളാവുകയാണ് ഉണ്ടായത്. ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന്റെ പതനത്തെ തുടർന്നുകൊണ്ട് തന്നെ ധക്കയിൽ അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനസിന്റെ സർക്കാർ ആകട്ടെ ഇന്ത്യയോട് വളരെ കഠിനമായ നിലപാടുകളാണ് സ്വീകരിച്ചതും. 2024 ഓഗസ്റ്റിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഒരു ഇന്ത്യൻ മന്ത്രി ധക്ക സന്ദർശിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വഷളായ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ സന്ദർശനത്തെ കണക്കാക്കുന്നതും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BNP ഒരു മുൻനിര പാർട്ടിയായി തന്നെ കണക്കാക്കപ്പെടുന്നതിനാൽ തന്നെ ജയശങ്കറിന്റെ ഈ സന്ദർശനവും വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ഡിസംബർ 30-നാണ് ഖലീദ സിയ ദീർഘനാളത്തെ അസുഖത്തെ തുടർന്നുകൊണ്ട് അന്തരിച്ചത്. 3 തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഖലീദ സിയയെ അവരുടെ ഭർത്താവും മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാന്റെ ശവകുടീരത്തിന് സമീപത്ത് തന്നെ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടുകൂടി തന്നെ സംസ്കരിക്കുകയും ചെയ്തു. ബീഗം ഖലീദ സിയയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഡിസംബർ 31-ന് ജയശങ്കർ ധക്ക സന്ദർശിക്കുകയും അവിടെ വെച്ചുകൊണ്ട് BNPയുടെ ആക്ടിംഗ് ചെയർമാനും ഖലീദ സിയയുടെ മകനുമായ താരിഖ് റഹ്മാനെ കാണുകയും ചെയ്തു. ഖലീദ സിയയെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ജയശങ്കർ അവരുടെ സംഭാവനകളെ ഇന്ത്യ വിലമതിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ കത്തും അദ്ദേഹം മകന് കൈമാറുകയും ചെയ്തു. ജയശങ്കറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇന്ത്യൻ സർക്കാരിന്റെയും ഒക്കെ തന്നെ ഈ പ്രവൃത്തിയെ BNP ഇപ്പോൾ അഭിനന്ദിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യൻ ജനതയ്ക്കും വേണ്ടി അനുശോചനം അറിയിച്ചതിന് നന്ദി. നിങ്ങളുടെ സന്ദേശത്തിനും അതുപോലെ സ്വഭാവത്തെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് BNP ഇത്തരത്തിലൊരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു വാചകം എഴുതിയിരിക്കുന്നത്. കൂടാതെ തന്നെ എസ് ജയശങ്കറിന്റെയും താരിഖ് റഹ്മാന്റെയും ഒരു ഫോട്ടോ ഇതിലൂടെ തന്നെ പങ്കിടുകയും ചെയ്തു. അതിൽ ജയശങ്കർ ആകട്ടെ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ താരിഖ് അനുശോചന കത്ത് കൈമാറുന്നത് കാണാൻ സാധിക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.